കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ള ഒരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ആ ദൈവത്തിൻ്റെ കരുതലുകളും വിശ്വസ്തതയും എല്ലാ ദിവസവും അനുഭവിപ്പാൻ അവിടെ നമ്മളെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. എപ്പോഴും നമ്മൾ നടത്തിയ വിധങ്ങളെയും കൊണ്ടുവന്ന വഴികളെയൊക്കെ ഒന്ന് ഓർക്കണം. സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒന്നുമല്ല നിൽക്കുന്നത്. ദൈവം നിർത്തുന്നു, ദൈവം നടത്തുന്നു, അവിടുത്തെ കൃപയാൽ താങ്ങുന്നു. അതിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം തയ്യാറാകണം. വിഷാദം ഉള്ളിൽ വരുമ്പോഴും എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക എന്നുള്ള ശബ്ദം നമ്മളൊന്ന് കേൾക്കാൻ ഇടയായിത്തീർന്നു. പ്രത്യാശ വെക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരിക്കലും നിരാശപ്പെടാൻ ഇടയാവില്ല. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആരോടാ? നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും. നിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. ഭക്തരായിരുന്ന, വിശ്വസ്തരായിരുന്ന, ആത്മീയരായിരുന്ന, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടാകും. അത് തീർന്നു പോകുന്നതല്ല. അകത്തെ വിശ്വാസം എന്നും കത്തണം. എൻ്റെ ദൈവം ആരാന്ന് എനിക്കറിയാം. സർവശക്തനാണ്, ജീവിപ്പിക്കുന്നവനാണ്, വിളിച്ചു വരുത്തുന്നവനാണ്. ഉളവാക്കുന്ന ദൈവത്തിൻ്റെ കരം എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകലിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു ദിവസത്തേക്ക് നമ്മെ നടത്താമെന്നങ്ങ് പറഞ്ഞിട്ടില്ല. ജീവപര്യന്തം വഴി നടത്തും. ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും കൂടെയിരിക്കും. ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ശക്തമായി പ്രഖ്യാപനം ചെയ്യാൻ ദൈവസഭ തയ്യാറാകുമെങ്കിൽ വിശ്വാസത്താൽ തന്നെ ജീവിക്കാൻ ദൈവം നമ്മളെ ഇടയാക്കും. ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മളെ ഉദ്ധരിക്കും. അവിടുത്തെ കൃപ നമ്മുടെ കൂടെ ഇരിക്കും എന്നുള്ളതിന് സംശയമില്ല. ആഴങ്ങളിലും ആഴിയിലും ഇറങ്ങി വരാൻ എൻ്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആഴങ്ങളിൽ തിരികെ കയറ്റുന്നതും നമ്മുടെ കർത്താവാണ്. അസ്തമിച്ചു എന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ ഈ പകലിലും ഒരു ദൈവശബ്ദം കേൾക്കട്ടെ. എനിക്ക് സകലവും കഴിയും, നീ ഭയപ്പെടരുത്, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കുമെന്നുള്ള ദൈവശബ്ദം വെളിപ്പെട്ടു വരാൻ ദൈവം നമ്മളെ ഇടയാക്കാൻ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. കൃപ എന്ന അർപ്പോടെ നമുക്ക് ആണിക്കല്ല് കയറ്റാം. ഏത് മഹാപർവ്വതവും ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തി മുഖാന്തരം തകർന്നു മാറും, സമഭൂമിയായിത്തീരും. പ്രാർത്ഥിക്കണം, ദൈവത്തിന് സ്തോത്രം ചെയ്യണം, മുട്ടുമട ആത്മപ്രവൃത്തിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ കാതോർക്കണം. ദൈവം വലിയവൻ, ദൈവം വിശ്വസ്തൻ, ദൈവം ഉന്നതൻ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 10-ാമത് വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല.
യേശുവിൻ്റെ ശിഷ്യന്മാർ പെരുകിയപ്പോൾ അപ്പോസ്തലന്മാർ കൂട്ടന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി. അവരോട് പറയുകയാണ്, സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള ചിലരെ നിങ്ങൾ തിരഞ്ഞെടുത്തോളുവേ. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇരിക്കാമെന്ന് പറഞ്ഞ് ആ കൂട്ടത്തെ ആ വാക്കുകൾ സ്വാധീനിച്ചു, അല്ലെങ്കിൽ അവർക്ക് ബോധ്യമായി. അങ്ങനെ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ് ഉൾപ്പെടെ അപ്പോസ്തലന്മാർ മുമ്പിൽ വന്നു നിൽക്കുകയും അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്തു. പരിശുദ്ധാത്മാവുള്ളവൻ, ആത്മാവിൽ നിറഞ്ഞവൻ, അഭിഷേകത്താൽ നിൽക്കുന്നവൻ, നീ ദേശത്ത് വലിയ അടയാളങ്ങൾ ചെയ്യും. നിൻ്റെ കുടുംബത്തിൽ അടയാളങ്ങൾ ചെയ്യും. നിൻ്റെ സഭയിൽ നീ ഒരടയാളമായിരിക്കും. നിൻ്റെ പ്രാർത്ഥന ഒരടയാളമാകും. നീ വചനം വിളിച്ചു പറഞ്ഞപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ വചനത്തിലൂടെ വെളിപ്പെട്ട് വരും. മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന സാക്ഷ്യമുള്ള ആത്മാവ് നിറഞ്ഞവൻ പരാജയപ്പെടില്ല. പ്രതിസന്ധികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ദേശത്തവനൊരടയാളമായി തീരാൻ പോകുന്നു. നിൻ്റെ കുടുംബത്തിൽ നീ ചോദ്യചിഹ്നമാകില്ല, നീ ആശ്ചര്യചിഹ്നമാകും. നിൻ്റെ തലമുറകൾ വിളിച്ചു പറയും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ഹല്ലേലൂയ. നിൻ്റെ സഹോദരങ്ങൾ വിളിച്ചു പറയും അതൊരു പ്രാർത്ഥനാ മനുഷ്യൻ. ഇവിടെ നോക്കൂ, അനേക ഇടങ്ങളിൽ ദൈവം ഈ സ്തെഫാനോസിനെ ഉപയോഗിച്ചപ്പോൾ സ്തെഫാനോസിനോട് ചിലർ എഴുന്നേറ്റ് തർക്കിക്കുകയാണ്, വാദിക്കുകയാണ്. നിൻ്റെ അകത്ത് ആത്മീയമുണ്ടോ? നീ പ്രാർത്ഥിക്കുന്നവനാണോ? നീ അഭിഷേകത്തിന് വേണ്ടി നിൽക്കുന്നവനാണോ? നിനക്കെതിരെ ശക്തമായ പോരാട്ടങ്ങളുണ്ടാകും. തർക്കിക്കുന്ന സമൂഹമുണ്ടാകും, പരിഹസിക്കുന്നവരുണ്ടാകും, വാദിക്കുന്നവരുണ്ടാകും. നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ അഭിഷേകത്തെയും ചോദ്യം ചെയ്യുന്നവരുണ്ടാകും. അതിൽ നിരാശപ്പെടരുത്. നിനക്ക് അഭിഷേകം നൽകിയത്, നിന്നെ അനോയിൻറ്റ് ചെയ്തത്, നിന്നെ നിർത്തിയത്, നിൻ്റെ മേൽ അളവറ്റ കൃപ നൽകിയത് മനുഷ്യരല്ല, ഉയരത്തിലെ കർത്താവാണെങ്കിൽ പരിഹസിക്കുകയും പുച്ഛിക്കുകയും നീ പോലും അറിയാതെ നിന്ദിക്കുകയും പരസ്യമായി തർക്കിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ചില ശക്തികളെ കാണുമ്പോൾ അയ്യോ, ഞാൻ പരാജയപ്പെടുമോ, ഞാൻ എന്ത് മറുപടി പറയേണ്ടി വരും, ഞാൻ അപമാനിക്കപ്പെടുമോ എന്ന് പറയാതെ, അടുത്ത ഭാഗമാണ് നമ്മുടെ കുറിവാക്യം, ശ്രദ്ധേയമാണ് പ്രിയരെ, 10ാം വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നീ സംസാരിക്കുന്നതിനെ കൂട്ടിക്കളയാനോ, നീ പറയുന്ന ദൂതുകളെ ഇല്ലാതാക്കാനോ, നീ പറയുന്ന സാക്ഷ്യത്തെ മറിച്ചു കളയാനോ ശ്രമിക്കും. പക്ഷെ അതിനെ ജയിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഈ പകൽ ഞാൻ പരിശുദ്ധാത്മ നിയോഗത്തോട് പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനോടെതിരെ തർക്കമുണ്ടാകാം, വാദമുണ്ടാകാം, പക്ഷെ നീ ജയിക്കും. പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും. അവൻ ആത്മാവിൽ ശക്തനാകും. അവൻ ദേശത്ത് അറിയപ്പെടും. അവൻ്റെ മുഖം സൂര്യനെ പോലെയാകും. അവൻ ശോഭിച്ചു തന്നെ നിൽക്കും. പക്ഷേ കൂട്ടങ്ങൾ വരത്തില്ലെന്ന് ഞാൻ പറയില്ല. അവിടെ നാം വായിച്ചതുപോലെ നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയെ തകർത്ത് കളയുവാൻ, ഇല്ലാതാക്കുവാൻ, ചോദ്യം ചെയ്യാനൊക്കെ അണിയറയിൽ പദ്ധതികളുണ്ട്. പക്ഷെ നീ ഭയപ്പെടരുത്. നീ പ്രാപിച്ചത് ഉയരത്തിലെ ശക്തിയാണ്. നീ പ്രാപിച്ചത് സ്പിരിച്വൽ അതോറിറ്റി, സകലത്തെയും ജയിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പലരെയും വശത്താക്കിയെങ്കിലും സ്തെഫാനോസിനെ അക്ഷരാർത്ഥത്തിൽ കല്ലെറിഞ്ഞു കൊന്നെങ്കിൽ പോലും സ്വർഗം അടങ്ങിയിരുന്നില്ല. ഹല്ലേലൂയ. സ്വർഗം എഴുന്നേറ്റ് നിന്നു. ഈ പകൽ പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ആത്മാവിൽ നിറഞ്ഞവന് വേണ്ടി, ഉയരത്തിലേക്ക് നോക്കുന്നവന് വേണ്ടി ഈ സ്വർഗം എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല പ്രിയരെ, നിന്നെ ആത്മാവിൻ്റെ അകത്ത് നൽകിയ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം അതിനോട് തർക്കിച്ച് ജയിക്കുവാൻ, അതിനോട് വാദിച്ച് ജയിക്കുവാൻ, നിൻ്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഓവർകം ചെയ്യാൻ ഇനി ഏതൊക്കെ കൂട്ടുകെട്ടുണ്ടാക്കിയാലും
അത് നടക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാവിൽ നിയോഗം എനിക്ക് വിളിച്ചു പറയാനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്കറിയാം, യേശുവിനെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി സകല സംവിധാനങ്ങളും ഒരുമിച്ച് വന്നു. പക്ഷേ അഭിഷേകമുള്ളവൻ പറഞ്ഞു, ഞാൻ 3 ദിവസം ഇവിടെ പ്രസംഗിക്കും. അധികാരങ്ങളോടാണ് വിളിച്ചു പറഞ്ഞത്, ദേശാധിപതിയോടാണ് വിളിച്ചു പറഞ്ഞത്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയെങ്കിൽ അഭിഷേകമുള്ളവൻ ചെയ്യേണ്ടത് ചെയ്യും, അഭിഷേകമുള്ളവൻ പ്രസംഗിക്കേണ്ടത് പ്രസംഗിക്കും, അഭിഷേകമുള്ളവൻ വിളിച്ചു പറയേണ്ടത് വിളിച്ചു പറയും. ഒതുക്കാൻ നോക്കുന്നവനല്ല വലുത്, നിന്നെ തിരഞ്ഞെടുത്ത ദൈവമാ വലുത്. നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാ വലുത്. നിൻ്റെ പ്രാർത്ഥനയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്ന ശക്തമായ വെല്ലുവിളികളെ നോക്കി ഈ പകൽക്കാലം തലകുനിക്കപ്പെടാതെ ആത്മാവിൽ പ്രവചിക്കേണ്ടത് പ്രവചിക്കൂ, പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കൂ. പരിസരം നോക്കരുത്, ആളുകളെ നോക്കരുത്, പുച്ഛിക്കുന്ന ശബ്ദങ്ങളെ നോക്കരുത്. അതിനെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവശബ്ദം. ഭയപ്പെടാതെ നീ പ്രസംഗിക്കുക, ഭയപ്പെടാതെ നീ പ്രാർത്ഥിക്കുക, ഭയപ്പെടാതെ മുമ്പോട്ട് പോകുക, ഭയപ്പെടാതെ മൂവ് ചെയ്യുക എന്നുള്ള ദൈവശബ്ദം ആത്മാവ് പ്രാപിച്ചവൻ്റെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് പകൽ തൻ്റെ ജനം കാണാൻ പോകുക. എല്ലാവരും സ്തോത്രം ചെയ്തോളൂ. ആത്മാവ് സാക്ഷ്യവും വിശ്വസ്തതയുമുള്ളവരെ തകർക്കാൻ വിളിച്ച ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ അകത്തുണ്ടോ നിന്നെ ഇല്ലാതാക്കാൻ. തർക്കിച്ച് ജയിക്കാൻ നിൽക്കുന്നവർ ദൈവാത്മാവർ അത് നിഷ്ഫലമായി തീരും. പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും. അവൻ ലോകത്തെയും പിശാചിൻ്റെയും സകല സംവിധാനങ്ങളെയും ജയിക്കാൻ ദൈവം നിങ്ങൾക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഇന്ന് പകൽ പറ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില തുറക്കാൻ പോകുക, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില അഴിയാൻ പോകുക, ഞാൻ സംസാരിക്കുമ്പോൾ ചില ശക്തികൾ തകരാൻ പോകുക, ഞാൻ മൂവ് ചെയ്യുമ്പോൾ അടഞ്ഞ് തുറക്കാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. തർക്കങ്ങളും വാദങ്ങളും ഒരറ്റത്തുണ്ടെങ്കിലും വിളിച്ചവൻ ഞങ്ങളോട് കൂടെയുണ്ട്, പോകാൻ പറഞ്ഞവൻ കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്നും നീ പറയുന്നത് സംഭവിപ്പിക്കാമെന്നും പറഞ്ഞ സർവശക്തൻ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്ത അങ്ങേ മഹത്വപ്പെടും. ജനം വിടുതൽ പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമം ചൊല്ലി അവിടുത്തെ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ ബലത്തോടെ ശക്തിയോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ പ്രാർത്ഥനയുടെ അടയാളമാകട്ടെ, നമ്മുടെ പ്രസംഗം ഒരു അടയാളമാകട്ടെ. നമ്മുടെ സംസാരം ദേശത്ത് ഒരു സ്ഫോടനമായി മാറട്ടെ. പ്രാർത്ഥിക്കുന്നവൻ ആരാന്ന് തെളിയിക്കപ്പെടുന്ന നിമിഷമാണ്. തർക്കിക്കുന്നവരെ കണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടാതെ ആത്മാവിൽ മുൻപോട്ട് പോകൂ. വിളിച്ചവൻ കൂടെയുണ്ട്. ഈ വചനങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.